ഹലോ എവരിവൺ, മറ്റൊരു സെഷനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡിസ്കഷൻ ഫൈനാൻഷ്യൽ ഡിസിഷൻസ് എന്നുള്ള ബ്ലോക്ക് 1 ഫസ്റ്റ് യൂണിറ്റിന്റെ സെക്കൻഡ് പാർട്ട് ആണിത്. ഓക്കെ, സോ യൂണിറ്റ് 1 സെക്കൻഡ് പാർട്ടാണ്. യൂണിറ്റ് 1 ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നാച്ചർ ഓഫ് ലോങ് ടൈം ഫൈനാൻഷ്യൽ ഡിസിഷൻസ് അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പൊ പ്രീവിയസ് സെഷനിൽ നമ്മൾ ടൈപ്സ് ഓഫ് ഡിസിഷൻസിനെ കുറിച്ചും അതുപോലെ തന്നെ വെൽത്ത് മാക്സിമൈസേഷൻ, വാല്യൂ മാക്സിമൈസേഷനും അതുപോലെ തന്നെ NPV യൂസ് ചെയ്തിട്ട് എങ്ങനെ നമ്മൾ ഡിസൈഡ് ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഈ ഒരു സെഷന്റെ ഏരിയ ഡിസ്കഷൻ എന്ന് പറയുന്നത് കാർഡിനൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഫൈനാൻഷ്യൽ ഡിസിഷൻ. ഫൈനാൻഷ്യൽ ഡിസിഷൻസിന്റെ കാർഡിനൽ പ്രിൻസിപ്പിൾസ്, ടൈം വാല്യൂ ഓഫ് മണി. നമ്മൾ NPV ഒക്കെ ലാസ്റ്റ് സെഷനിൽ പറഞ്ഞു. ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അത് മനസ്സിലാക്കാൻ എന്താണ് ടൈം വാല്യൂ ഓഫ് മണി എന്നതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇംപ്ലൈഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ഇംപ്ലൈഡ് പ്രിൻസിപ്പൽ എമൗണ്ട്. നമ്മൾ ലോൺ ഒക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഫണ്ട് റൈസ് ചെയ്യുമ്പോൾ അതിനുള്ള ഇംപ്ലൈഡ് ഇൻട്രസ്റ്റ് റേറ്റും ഇംപ്ലൈഡ് പ്രിൻസിപ്പൽ എമൗണ്ട് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി, അത് നമുക്ക് ബിസിനസ്സിന് മാത്രമല്ല പേഴ്സണലിയും നമുക്ക് ഉപകാരപ്പെടും. അതുപോലെ തന്നെ ബേസിക് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ലോങ് ടൈം ഫൈനാൻഷ്യൽ ഡിസിഷൻസ്. അപ്പൊ ഈ ഏരിയകളാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. കാർഡിനൽ പ്രിൻസിപ്പിൾ ഓഫ് ഫൈനാൻഷ്യൽ ഡിസിഷൻസ്. കാർഡിനൽ പ്രിൻസിപ്പിൾ ഓഫ് ഫൈനാൻഷ്യൽ ഡിസിഷൻ. അപ്പൊ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഫൈനാൻഷ്യൽ ഡിസിഷൻസിന്റെ കാർഡിനൽ പ്രിൻസിപ്പിൾ, അതിന്റെ ഒരു കാതലായിട്ടുള്ള പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന്, സ്ട്രാറ്റജിക് പ്രിൻസിപ്പിൾ. നമ്മൾ ഈ ഫൈനാൻഷ്യൽ ഡിസിഷൻ that should align with the overall corporate objectives and strategies. നമ്മളെ ബിസിനസ്സിന്, നമ്മളെ കമ്പനിക്ക് ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ഒക്കെ ഉണ്ടാവും. അതുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഫൈനാൻഷ്യൽ ഡിസിഷൻ ആയിരിക്കണം. സോ അതാണ് സ്ട്രാറ്റജിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, ഒപ്റ്റിമൈസേഷൻ പ്രിൻസിപ്പിൾ. ഒപ്റ്റിമൈസേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മളെ ഈ ഫൈനാൻഷ്യൽ റിസോഴ്സസ് അല്ലെങ്കിൽ ഫണ്ട് അത് വളരെ ഒപ്റ്റിമൽ ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യണം. ആൻഡ് there should be a balance between fixed and working capital. നമ്മളെ ഷോർട്ട് ടൈം ഫണ്ടുകളും ലോങ് ടൈം ഫണ്ടുകളും തമ്മിലുള്ള ഒരു പ്രോപ്പർ ബാലൻസിങ് ഉണ്ടായിരിക്കണം. രണ്ടും റിക്വയർഡ് ആണ് ഒരു ബിസിനസിന്റെ സക്സസിന് വേണ്ടിയിട്ട്. ദെൻ റിസ്ക് റിട്ടേൺ പ്രിൻസിപ്പിൾ. നമുക്ക് മാക്സിമം റിട്ടേൺ കിട്ടണം, അതിൽ തന്നെ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള റിസ്ക് ഓവർ ആവാനും പാടില്ല, എന്നീ അല്ലാതെ നമുക്ക് ഒട്ടും റിസ്ക് എടുക്കാതെയും നമുക്ക് പോസിബിൾ അല്ല. സോ there should be a balance between risk and return. നമുക്കറിയാം റിസ്ക് കൂടുന്നിടത്തോളം റിട്ടേൺ പലപ്പോഴും കൂടും, പക്ഷെ അവിടെ റിട്ടേൺ കൂടുന്നുണ്ടെങ്കിലും റിസ്ക് വളരെ കൂടുതലാണ്. റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിബിലിറ്റി ഓഫ് ലോസ് ആണ്. റിസ്ക് എടുക്കുന്നവർക്ക് റിട്ടേൺ ഉള്ളൂ, അപ്പൊ ഒരു പരിധി വരെ നമ്മൾ റിസ്ക് എടുക്കണം. സോ there should be a balance between and marginal principle. So operate the firm until marginal revenue equals marginal cost. Marginal means additional. അപ്പൊ നമുക്കൊരു അഡീഷണൽ ഇൻകം ഉണ്ടെങ്കിൽ അതിനുള്ള അഡീഷണൽ കോസ്റ്റ് ഉണ്ട്. അഡീഷണൽ കോസ്റ്റ് അഡീഷണൽ ഇൻകത്തിനേക്കാൾ കൂടാൻ പാടില്ല. അപ്പൊ ആ ഒരു മാർജിനൽ പ്രിൻസിപ്പിൾ നമ്മൾ എപ്പോഴും മാച്ച് ചെയ്യും. ദെൻ സ്യൂറ്റബിലിറ്റി പ്രിൻസിപ്പിൾ. യൂസ് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് വിത്ത് സിമിലർ മെച്യൂരിറ്റി ടു ക്രിയേറ്റ് കറസ്പോണ്ടിങ് അസറ്റ്സ്. ഇപ്പൊ നമ്മളൊരു അസറ്റ് വാങ്ങാന്, ഇപ്പൊ നമ്മള് ഒരു വീട് വാങ്ങാൻ നമ്മൾ ലോൺ എടുക്കുമ്പോൾ നമ്മൾ ലോങ് ടൈം ലോൺ ആണ് എടുക്കുക. ഒരു ബൈക്ക് വാങ്ങാനാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 വർഷം കൊണ്ട് തീരുന്ന ലോൺ നമ്മൾ എടുക്കും, അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് തീരുന്ന ലോൺ. പക്ഷെ നമ്മൾ ഹൗസിംഗ് ലോൺ ആകുമ്പോൾ നമ്മൾ ഒരു പക്ഷെ 5-ൽ കൂടുതൽ വർഷം എടുക്കും. അതൊക്കെയാണ് അതിന്റെ ഒരു സ്യൂട്ടബിലിറ്റി. ഓക്കെ, സ്യൂട്ടബിലിറ്റി മാച്ച് ചെയ്തിട്ട് വേണം നമ്മൾ ഒരു ഫൈനാൻസിങ് ഡിസിഷൻ എടുക്കാൻ. ദെൻ ഫ്ലെക്സിബിൾ പ്രിൻസിപ്പിൾ. നമ്മുടെ ഈ ഡിസിഷൻ എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കണം. കാരണം നമ്മൾ എക്കോണമി ചേഞ്ചിങ് ആണ്, നമ്മളെ ബിസിനസ് എൻവയോൺമെന്റ് ഈസ് ഹൈലി ഡൈനമിക്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ചെറിയ മാറ്റങ്ങൾ ഇതിൽ വേണ്ടി വരും. ഫ്ലെക്സിബിൾ ആയിരിക്കണം. ദെൻ ടൈം വാല്യൂ പ്രിൻസിപ്പിൾ, ടൈമിംഗ് പ്രിൻസിപ്പിൾ. സോ ഇൻ കേസ് ഓഫ് ടൈമിംഗ് പ്രിൻസിപ്പിൾ, നമ്മൾ ഏറ്റവും ആപ്റ്റ് ആയിട്ട് ടൈമിലായിരിക്കണം നമ്മൾ ഡിസിഷൻസ് എടുക്കേണ്ടത്. അതിന്റെ ലോണിന്റെ ടൈമിങ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫൈനാൻഷ്യൽ സോഴ്സിന്, അപ്പോൾ ലോൺ എന്ന് പറയുന്നത് ലോൺ മാത്രമല്ല ഒരു സോഴ്സ് ഓഫ് ഫണ്ട്, പക്ഷെ നമുക്ക് കോമൺ പീപ്പിൾസിന് എപ്പോഴും റിലേറ്റ് ചെയ്യാൻ കഴിയുന്നത് ഫൈനാൻഷ്യൽ ഡിസിഷനുമായിട്ട് റിലേറ്റ് ചെയ്യാൻ കഴിയുമ്പോൾ ലോണാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലോൺ പറയുന്നത്. പക്ഷെ ലോൺ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു സോഴ്സ് ഓഫ് ഫണ്ട് മാത്രമാണ്. അപ്പോൾ ഒരു ഡിസിഷൻസ് അത് മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസും അതിന്റെ കോസ്റ്റ് ഒക്കെ നോക്കിയിട്ട് ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈമിലായിരിക്കും എടുക്കേണ്ടത്. അപ്പൊ ഇത്രയും പ്രിൻസിപ്പിൾസ് നമ്മൾ ഫൈനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കുമ്പോൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടൈം വാല്യൂ ഓഫ് മണി. എന്താണ് ടൈം വാല്യൂ ഓഫ് മണി? ഞാൻ പറഞ്ഞു NPVയുടെ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു, ഇന്നത്തെ 100 രൂപയുടെ വാല്യൂ അല്ല അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത വർഷം. അപ്പൊ മണി വാല്യൂല് വ്യത്യാസമുണ്ട്. മണി റിസീവ്ഡ് ടുഡേ ഈസ് പ്രിഫേർഡ് ഓവർ മണി റിസീവ്ഡ് ഇൻ ദി ഫ്യൂച്ചർ ഡേറ്റ്. അല്ലെ? നിങ്ങൾക്ക് ഒരാൾ ക്യാഷ് തരാനുണ്ട്, അയാൾ ചോദിക്കുകയാണ് ഞാൻ ഇന്ന് തരണോ അതല്ലെങ്കിൽ ഒരു ആഴ്ച കഴിഞ്ഞിട്ട് തരണോ?
നിങ്ങൾ പറയണം ഇന്ന് തരണമെന്ന്. കാരണം ഇന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിന് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്നെന്താണ് സെർട്ടനിറ്റി ആൻഡ് റിസ്ക്. നാളെ അയാൾ മരിച്ചു പോയാലോ അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും നഷ്ടം വന്നാലോ ചിലപ്പോൾ ആ ക്യാഷ് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ ആ റിസ്ക് നമുക്ക് ഒഴിവാക്കാം, നമുക്ക് ഇന്ന് തന്നെ ക്യാഷ് കിട്ടി കഴിഞ്ഞാൽ. രണ്ടാമത്തത് ഇൻഫ്ലേഷൻ പ്രൊട്ടക്ഷൻ. ഇൻഫ്ലേഷൻ എക്കോണമിയിൽ സ്വാഭാവികമായിട്ടും ഒരു എക്കോണമിയിൽ ഇൻഫ്ലേഷൻ ഉണ്ടാവും. ഇൻഫ്ലേഷൻ ഉണ്ടാകുമ്പോൾ വാല്യൂ ഡിക്രീസ്. കാരണം ഇന്ന് നിങ്ങൾക്ക് 100 രൂപ കൊണ്ട് വാങ്ങാൻ പറ്റുന്ന സാധനം അടുത്ത മാസം ചിലപ്പോൾ ഒരു പക്ഷെ വാങ്ങാൻ സാധിച്ചെന്ന് വരില്ല. കാരണം നമ്മൾ പ്രൈസ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഇന്ന് ക്യാഷ് കിട്ടുന്നതല്ലേ നല്ലത്. ദെൻ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി. നിങ്ങൾക്ക് ആ ക്യാഷ് തരാനുള്ള ആള് ഒരു മാസം കഴിഞ്ഞിട്ട് തരാണെന്നുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന് തന്നെ നിങ്ങൾ ബാങ്ക് കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാണ്, നിങ്ങൾക്ക് ഒരു മാസം ഇൻട്രസ്റ്റ് എക്സ്ട്രാ കിട്ടത്തില്ലേ? അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ പ്രോഫിറ്റ് എക്സ്ട്രാ കിട്ടത്തില്ലേ? ദെൻ മാർക്കറ്റ് ഡൈനാമിക്സ്. മാർക്കറ്റ് ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ബാങ്കിങ് ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ മറ്റുള്ള ചിറ്റീസോ ഇൻവെസ്റ്റ്മെന്റോ അങ്ങനെയുള്ള ഡൈനാമിക് ഓപ്പർച്യൂണിറ്റീസ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മൾ ടൈം വാല്യൂ ഓഫ് മണിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പൊ എന്തിന് ടൈം വാല്യൂ ഓഫ് മണി, എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നു? ഇന്നത്തെ 100 രൂപയുടെ വാല്യൂ നാളത്തേത് അതിനേക്കാൾ കുറവാണെന്ന് പറയുമ്പോൾ അത് എന്താണ് അതിന്റെ റീസൺ? ആ റീസൺ ആണ് നമ്മൾ നോക്കുന്നത്. ഒന്ന്, കറന്റ് കൺസംഷൻ പ്രിഫറൻസ്. ഇന്ന് കിട്ടുന്നതാണ് നമുക്ക് എപ്പോഴും ഇമ്മീഡിയറ്റ് കൺസംഷൻ ഉപയോഗപ്പെടുത്താൻ കഴിയുക. അതാണ് അതിന്റെ ഒരു വാല്യൂ. കാരണം മണി എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാൻ വേണം, അപ്പൊ അത് ഇന്ന് വേണം, അതാണ് ഏറ്റവും ബെറ്റർ. ദെൻ സെക്കൻഡ് വൺ, ഇൻവെസ്റ്റ്മെന്റ് പ്രോഫിറ്റബിലിറ്റി. നമുക്ക് നാളെ കിട്ടുന്നതിനേക്കാൾ ഇന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് ഇന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് ഇൻകം ഏൺ ചെയ്യാം. അതൊരു മാസം അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് അതേ വാല്യൂ കിട്ടുന്നുള്ളൂ. ആ സാധനം നമുക്ക് ഒരു വർഷം മുന്നേ കിട്ടിയിരുന്നെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്യാപിറ്റൽ എമൗണ്ടും അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് റിട്ടേണും ഒരുമിച്ച് നമുക്ക് കിട്ടും, അല്ലെ? ദെൻ അൺസർട്ടൈനിറ്റി ഫ്യൂച്ചർ. ഫ്യൂച്ചർ എപ്പോഴും അൺസർട്ടൈൻ ആണ്. നമുക്കറിയില്ല ഇനി കൊറോണ വരുമോ, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വരുമോ, മറ്റെന്തെങ്കിലും വരുമോ എന്നുള്ളത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കില്ല. എക്കോണമി ചിലപ്പോൾ ഫോളോ ആവും. അപ്പൊ നമ്മളെ ഫണ്ട് മിസ് ആവാൻ പാടില്ല. സോ അൺസർട്ടൈനിറ്റി അപ്പൊ ഇന്ന് തന്നെ വാങ്ങി വെക്കണം. ബിസിനസ്സിൽ എപ്പോഴും ഫണ്ട് ഇന്ന് കിട്ടുന്നെങ്കിൽ ഇന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദെൻ ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് റീസൺ. നമ്മളെ പർച്ചേസിംഗ് പവർ ഓരോ ദിവസവും കഴിയുമ്പോഴും കുറഞ്ഞു വരികയാണ്. 100 രൂപ ഇപ്പോ ഒരു 5 വർഷം മുന്നേ നിങ്ങൾക്ക് ഒരു 100 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്തെല്ലാം വാങ്ങാൻ പറ്റിയിരുന്നു, അതേ സാധനങ്ങൾ ഇന്ന് നമുക്ക് 100 കൊണ്ടോ 200 കൊണ്ടോ നമുക്കൊന്ന് വാങ്ങാൻ സാധിക്കില്ല. കാരണം എന്താണ്? ഇൻഫ്ലേഷൻ ആണ്. അപ്പോ അന്ന് നിങ്ങൾ ഒരാൾക്ക് 100 രൂപ കടം കൊടുത്തു, അയാൾ അന്ന് തരാതെ ഇന്ന് നിങ്ങൾക്ക് തരുന്നു. അപ്പൊ നിങ്ങൾക്ക് ലാഭമാണോ നഷ്ടമാണോ? തീർച്ചയായിട്ടും നഷ്ടമാണ്. കാരണം എന്താ? അന്ന് നിങ്ങൾക്ക് 100 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ അതുകൊണ്ടൊരു 5 കിലോഗ്രാം അരി വാങ്ങാൻ സാധിക്കുമായിരുന്നു. നമ്മൾ 20 രൂപ അരി ഒരു 5 വർഷം മുന്നേ അങ്ങനെയൊക്കെ തൊഴിലുണ്ടായിരുന്നു. അത് ഇന്നാണെന്നുണ്ടെങ്കിലോ ഇന്ന് നിങ്ങൾക്ക് അതുകൊണ്ട് കഷ്ടിച്ച് 2.5 അല്ലെങ്കിൽ 3 കിലോഗ്രാം 3 കിലോഗ്രാം വാങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, 2.5 കിലോഗ്രാം വാങ്ങാം. അപ്പൊ അതാണ് ഇൻഫ്ലേഷൻ. അപ്പൊ ഇതുകൊണ്ടൊക്കെയാണ് ടൈം വാല്യൂ ഓഫ് മണി നമ്മൾ എപ്പോഴും ഒരു ഫൈനാൻസിങ് ഡിസിഷൻസ് എടുക്കുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. നമ്മൾ പ്രീവിയസ് സെഷനിൽ ഒരു എക്സാമ്പിൾ കണ്ടായിരുന്നു. 70,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 75,000 രൂപ കിട്ടുമ്പോഴും നമ്മൾ ആ ഡിസിഷൻ റോങ് ആയിരുന്നു. 77,000 രൂപ കിട്ടുമ്പോഴും ആ ഡിസിഷൻ നമ്മൾ ചൂസ് ചെയ്യാൻ കഴിയില്ല, നമ്മൾ ആ പ്രൊജക്റ്റിലോട്ട് പോയില്ല. കാരണം അത് നഷ്ടമാണ് 10% ഇൻട്രസ്റ്റ് റേറ്റിൽ. അപ്പോ ഈ ഫ്യൂച്ചർ വാല്യൂ എന്നുള്ളത് കറന്റ് വാല്യൂനേക്കാളും എപ്പോഴും കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മണി ടുഡേ വി വിൽ പ്രിഫർ rather than tomorrow. Then compounded value. എന്താണ് കോമ്പൗണ്ടഡ് വാല്യൂ? ഇപ്പൊ നമ്മളൊരു മണി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യണം. അതിന് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടും. നമുക്ക് ബാങ്കിലൊക്കെ അങ്ങനെയാണ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ 1 ലക്ഷം രൂപ ബാങ്കിലിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷം 10% ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ നിങ്ങളെ വാല്യൂ 1 ലക്ഷം പ്ലസ് 10% എന്ന് പറയുമ്പോൾ 10,000 രൂപ ഇൻട്രസ്റ്റും നിങ്ങളുടെ ടോട്ടൽ ബാങ്ക് അക്കൗണ്ട് 1,10,000 ആയിട്ടുണ്ടാവും. അങ്ങനെ രണ്ടാമത്തെ വർഷം നിങ്ങൾക്ക് വീണ്ടും 10% ഇൻട്രസ്റ്റ് കിട്ടുന്നത് ആ 1 ലക്ഷത്തിന്റെ മുകളിലല്ല, 1,10,000 മുകളിലാണ്, അല്ലെ? അപ്പൊ അതിനെയാണ് കോമ്പൗണ്ടഡ് വാല്യൂ. അപ്പൊ കോമ്പൗണ്ടഡ് വാല്യൂ നമ്മൾ ടെർമിനൽ വാല്യൂ എന്നും പറയും. ഈ ടെർമിനൽ വാല്യൂ ഇപ്പൊ നമുക്കിത് 1 വർഷം 2 വർഷം എന്നൊക്കെ പറയാൻ ഈസിയാ. അപ്പൊ നമുക്ക് എങ്ങനെ പെട്ടെന്ന് ഇതിനെ കണ്ടെത്താൻ ഒരു ഫോർമുല ഉണ്ട് ഈ ടെർമിനൽ വാല്യൂ. അതാണ് P × 1 + R/n. സോ P × 1 + R/1. അപ്പോ ഈ ഒരു എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ 100 രൂപ വെച്ചിട്ട് ഒരു കാൽക്കുലേഷൻ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള സംഭവമാണ്. ഇപ്പൊ ടെർമിനൽ വാല്യൂ ഓഫ് 100 2 വർഷത്തിന് ശേഷം ഇപ്പൊ എത്രയാ ഇങ്ങനെ നമുക്ക് നോക്കാം. 100 ഇൻറ്റു നമുക്ക് ഇവിടെ എപ്പോഴും ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. അപ്പൊ 100നെ നമ്മൾ 10% ഇൻട്രസ്റ്റിൽ 2 ഇയേഴ്സിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മെത്തേഡ് ആണ്, ഈ ഒരു ഫോർമുല നമുക്ക് യൂസ് ചെയ്യാം. P × 1 + R/n. അപ്പോ ഇവിടെ P എന്ന് പറയുന്നത് 100 ആണ്, 1 എന്നുള്ളത് കോമൺ ഫിഗർ ആണ്, R ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പൊ R ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ 10% എന്ന് പറയുമ്പോൾ 0.1 ആണ് 10% വരുന്നത്. N എന്നുള്ളത് നമ്പർ ഓഫ്
ഇയേഴ്സ്. അപ്പൊ നമ്മൾ 2 വർഷത്തേക്കാണെങ്കിൽ ഇവിടെ 2 ഇത് ശ്രദ്ധിക്കണം, ഇത് റൈസ് ടു n ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്ത് കാണുന്നതിൽ നമുക്ക് 121 കിട്ടും, അല്ലെങ്കിൽ ഈ രീതിയിലും ചെയ്യാം. റൈസ് ടു 2 എന്ന് പറയുമ്പോൾ 1.1 into 1.1, അല്ലെങ്കിൽ നിങ്ങൾക്ക് സയന്റിഫിക് കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് ഡയറക്ട്ലി ഇതുപോലെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇപ്പൊ സയന്റിഫിക് കാൽക്കുലേറ്ററിൽ അടിക്കേണ്ടത് എങ്ങനെയാണ്? 100 into ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക 1 plus r, r എന്ന് പറയുന്നത് 0.1, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, റൈസ് ടു n. ഓക്കെ, അപ്പൊ n എന്നുള്ളത് ഇവിടെ 2 years ആണ്, 5 years ആണെങ്കിൽ 5, ലൈക്ക് ദാറ്റ്. അപ്പൊ നമുക്ക് 121 കിട്ടും. ഇതാണ് കോമ്പൗണ്ടഡ് വാല്യൂ. അപ്പോൾ 2 വർഷത്തേക്ക് നമ്മൾ ഈ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 10% ഇൻട്രസ്റ്റിൽ നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് 121 ആയിട്ട് മാറും. ദെൻ ഡിസ്കൗണ്ടഡ് വാല്യൂ. ഡിസ്കൗണ്ടഡ് വാല്യൂ എന്നുള്ളത് പ്രസന്റ് വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഇൻ കേസ് ഓഫ് ഡിസ്കൗണ്ട് വാല്യൂ, ഇത് എസ്റ്റിമേറ്റ് ദ പ്രസന്റ് വർത്ത് ഓഫ് എ ഫ്യൂച്ചർ പേയ്മെന്റ് ഓർ ഇൻസ്റ്റാൾമെന്റ്. അപ്പൊ നമുക്ക് 2 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു ഫണ്ടിന്റെ ഇന്നത്തെ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. കോമ്പൗണ്ട് എന്താണ്? ഇന്നത്തെ ഒരു പ്രസന്റ് വാല്യൂ നമ്മൾ 2 വർഷം കഴിഞ്ഞിട്ട് അങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ കോമ്പൗണ്ട് ആണ്. അതാണ് നമ്മൾ പ്രീവിയസ്ലി ചെയ്തത്. അപ്പൊ ഒരു ഫ്യൂച്ചർ വാല്യൂവിന്റെ പ്രസന്റ് വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ഡിസ്കൗണ്ടഡ് വാല്യൂ എന്ന് പറയും. അതിനെയാണ് നമ്മൾ മണി വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ പ്രസന്റ് വാല്യൂ ഫോർമുല ഇതാണ്, P divided by 1 plus r raised to n. P divided by 1 plus r raised to n. അപ്പൊ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഹൺഡ്രഡ്സിന്റെ കേസിന് ചെയ്യാം. സോ പ്രസന്റ് വാല്യൂ ഓഫ് 100 is to be received in 1 year. ഒരു വർഷം കഴിയുമ്പോൾ 100ന്റെ പ്രസന്റ് വാല്യൂ എത്രയാണ്? അതിനൊക്കെ നമുക്കൊരു ഡിസ്കൗണ്ടഡ് ഫാക്ടർ ഉണ്ട് കേട്ടോ. ഡിസ്കൗണ്ടഡ് ഫാക്ടർ ഒരു ഇൻട്രസ്റ്റ് റേറ്റ്, നമ്മളൊരു കോമൺ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് 10%-ലാണ്. അപ്പൊ 10%-ൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡിസ്കൗണ്ടഡ് വാല്യൂ 100 റുപ്പീസിന്റെ ഒരു വർഷത്തിന് ശേഷം 100 രൂപയുടെ വാല്യൂ 90 ആണ്. അപ്പൊ ഈ 100 രൂപയുടെ പ്രസന്റ് വാല്യൂ ആഫ്റ്റർ 1 ഇയർ, അതിന്റെ പ്രസന്റ് വാല്യൂ എന്നുള്ളത് 90 ആണ്. അതായത് ഒരു വർഷത്തിന് ശേഷമുള്ള 100 രൂപയുടെ ഇന്നത്തെ വാല്യൂ എന്നുള്ളത് 90 ആണ്. അണ്ടർസ്റ്റാൻഡ്? അതുപോലെ തന്നെ 2 വർഷത്തേക്കോ 3 വർഷത്തേക്കോ എത്ര വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അതിനെ n നമ്പർ ഓഫ് ഇയർ നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ 2 വർഷത്തേക്കുള്ളത് 82.6443 ആണ്, വാട്ടെവർ. അപ്പൊ ഡിസ്കൗണ്ടഡ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഫ്യൂച്ചർ വാല്യൂയുടെ പ്രസന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പൊ എപ്പോഴും പ്രസന്റിനാണ് വാല്യൂ കൂടുതൽ. കാലം കഴിയുന്നതോറും വാല്യൂ, മണി വാല്യൂ, ടൈം വാല്യൂ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് മണി ഈസ് പ്രിഫേർഡ് ടുഡേ ഓവർ ദാൻ ടുമോറോ. ഓക്കെ, ഇംപ്ലൈഡ് ഇൻട്രസ്റ്റ് റേറ്റ്, ഡിറ്റർമിനേഷൻ ഓഫ് ഇംപ്ലൈഡ് ഇൻട്രസ്റ്റ് റേറ്റ്. ഇത് നമുക്ക് ബിസിനസ്സിൽ നിന്ന് മാത്രമല്ല നമ്മുടെ പേഴ്സണൽ ലൈഫിലും പലപ്പോഴും ആവശ്യം വരുന്ന ഒരു ഐറ്റമാണ് ഇംപ്ലൈഡ് ഇൻട്രസ്റ്റ് റേറ്റ്. ഇപ്പൊ ഇംപ്ലൈഡ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that will discover the rate where the present value of cash flow match the initial outflow or inflow. അപ്പോ നമ്മുടെ ഈ ഇപ്പോൾ നമ്മൾ മുടക്കുന്ന ആ ഫണ്ട്, അത് നമ്മൾ പിന്നെയുള്ള ഒരു ഫ്യൂച്ചർ മണിയുടെ പ്രസന്റ് വാല്യൂമായിട്ട് ഈക്വലൈസ് ചെയ്യുന്ന ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെയാണ് നമ്മൾ ഇംപ്ലൈഡ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ പേഴ്സണൽ ലൈഫിലും അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിലും ഓഫ് കോഴ്സ് ഫോർ ദ ഫൈനാൻസിങ് ഡിസിഷൻസ്. അപ്പൊ ഇതിന് ഫസ്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത ക്യാഷ് ഫ്ലോസ്, നമ്മൾ എത്രത്തോളം മണി സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഓവർ ദ ഇയേഴ്സ്. ദെൻ അതിന്റെ പ്രസന്റ് വാല്യൂ കമ്പയർ ചെയ്തിട്ട് അത് നമ്മുടെ ഇപ്പോഴത്തെ കോസ്റ്റുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഫൈൻഡ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ് ഇംപ്ലൈഡ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. നമുക്ക് അത് പ്രോബ്ലത്തിലൂടെ മനസ്സിലാക്കാം. അതിന് മുന്നേ അതിന്റെ ഇക്വേഷൻ ഒന്ന് പറയാം. അതിന്റെ ഈ പ്രസന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇതാണ്, FE divided by 1 plus r raised to n. FE എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഫ്യൂച്ചർ വാല്യൂനെയാണ്, r എന്നുള്ളത് അവിടെയുള്ള ഇംപ്ലൈഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, ദെൻ n നമ്പർ ഓഫ് ഇയേഴ്സ്. അപ്പൊ ഇത് ഒരു വർഷത്തെയാണ്. ഇതുപോലെ മൾട്ടിപ്പിൾ ഇയേഴ്സിലേത് നമുക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് ഇതെല്ലാം കൂടി നോക്കുമ്പോൾ നമ്മൾ ഇനീഷ്യൽ ഇൻഫ്ലോസുമായിട്ട് ഈക്വൽ ആവും. അതായത് നമ്മൾ ഒരു ലോൺ എടുക്കുകയാണ്, ആ ലോണിന് നമ്മൾ അടുത്ത വർഷങ്ങളിലൊക്കെ കൊടുക്കുന്ന ഒരു ലോണിന്റെ ഫുൾ എമൗണ്ട് നമ്മൾ ഇപ്പൊ കൊടുക്കാതെ അടുത്ത 2-3-4 വർഷത്തേട്ട് കൊടുക്കുന്നു ഒരു ഇൻട്രസ്റ്റ് റേറ്റ്. പക്ഷെ അത് നമ്മൾ അതിന്റെ പ്രസന്റ് വാല്യൂ, നമ്മൾ ടോട്ടൽ പേയ്മെന്റിന്റെ പ്രസന്റ് വാല്യൂ നോക്കുമ്പോൾ ഇന്നത്തെ ഈ വാല്യൂമായിട്ട് ഈക്വൽ ആവുന്നു. ഇതിനെയാണ് നമ്മൾ ഇംപ്ലൈഡ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ആക്ടിവിറ്റി ഉണ്ട്, ഞാൻ അതൊന്ന് കാണിക്കാം. ഓക്കെ, ഇവിടെ നമ്മളൊരു ലോൺ എടുക്കുന്നു. ആ ലോണിന്റെ എമൗണ്ട് 100 ആണ്. ഒരു 100 രൂപയുടെ ലോൺ എടുക്കുന്നു. അപ്പൊ അതിന്റെ ഡിഫറെന്റ് തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള എമൗണ്ടുകൾ, പേയ്മെന്റ് ഷെഡ്യൂളുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഇതിൽ പറയുന്നത് നമ്മൾ അത് 3 വർഷം കൊണ്ട് തിരിച്ചെടുക്കുന്നു. ആദ്യം നമ്മൾ 20 അടക്കുന്നു, പിന്നെ 20 അടക്കുന്നു, പിന്നെ 120 അടക്കുന്നു. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് 3 വർഷം നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് ഒരു 20 അടക്കുന്നു, പിന്നെ 120 അടക്കുന്നു. അതായത് 4ാമത്തെ വർഷം ഇൻട്രസ്റ്റും പ്രിൻസിപ്പലും. ദെൻ മൂന്നാമത്തെ മെത്തേഡ് പറയുന്നത് നമ്മൾ 45 ആദ്യം അടക്കുന്നു, പിന്നെ 90 അടക്കുന്നു.
നാലാമത്തേത് പറയുന്നത് 70 ആദ്യം അടക്കുന്നു, പിന്നെ 60 അടക്കുന്നു. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള റീപേയ്മെന്റ് ഷെഡ്യൂള്. അപ്പൊ ഈ റീപേയ്മെന്റ് ഷെഡ്യൂളൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഇതൊക്കെ ഇതിലെല്ലാത്തിലും ഇൻട്രസ്റ്റ് റേറ്റ് 20 ആണ്. അത് നമുക്ക് എങ്ങനെ കണ്ടെത്താം? നമ്മൾ ആ ഫസ്റ്റത്തെ ഒന്ന് എടുക്കാം. നമ്മൾ ആദ്യത്തെ വർഷം 20 ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്നു എങ്കിൽ അന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് 20 ആണ്. അതായത് 100 രൂപയാണല്ലോ നമ്മൾ ബോറോ ചെയ്ത്. 100 രൂപ നമ്മൾ ലോൺ എടുത്തിട്ട് 20 രൂപ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് 20 ആണ്. അല്ലേ? അപ്പൊ ആദ്യത്തെ വർഷം ഇപ്പൊ നമ്മളെ എക്സാമ്പിൾ 1 എടുക്കുന്നു. ആദ്യത്തെ വർഷം നമ്മൾ ലോൺ എടുത്തു. ആ വർഷത്തിന്റെ അവസാനം നമ്മൾ 20 രൂപ ഇൻട്രസ്റ്റിലോട്ട് കൊടുക്കുന്നു. അപ്പൊ സ്റ്റിൽ ലോൺ എമൗണ്ട് അവിടെ തന്നെ ഉണ്ട്. രണ്ടാമത്തെ വർഷവും ആ ലോൺ എമൗണ്ട് എത്രയാണ്? 100 രൂപയാണ് നമ്മളെ ലോൺ അക്കൗണ്ടിൽ. നമ്മൾ വീണ്ടും 20 രൂപ കൊടുക്കുന്നു. സ്റ്റിൽ ആ 100 രൂപ അവിടെ തന്നെ ഉണ്ട്. മൂന്നാമത്തെ വർഷവും ആ 100 രൂപ നമ്മളെ ലോൺ നമ്മളെ കയ്യിൽ ബാധ്യതയുണ്ട്. നമ്മൾ വീണ്ടും 20 ഇൻട്രസ്റ്റ് കൊടുക്കുന്നു. ഫുൾ എമൗണ്ട് പേ ചെയ്യുന്നു. അതോടുകൂടി ആ ലോൺ ക്ലോസ് ആയി. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത 3 വർഷത്തേക്ക് 20 കൊടുത്ത് 4ാമത്തെ വർഷം ലോൺ ക്ലോസ് ചെയ്യുന്ന രീതിയിലും ആക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിൻസിപ്പൽ പേയ്മെന്റിലോട്ട് കുറച്ച് കൊടുത്തിട്ട് അങ്ങനെയും ചെയ്യാം. ഈ മൂന്നാമത്തെ മെത്തേഡ് ഒന്ന് നോക്കൂ. ഈ മൂന്നാമത്തെ മെത്തേഡിൽ ആദ്യം നമ്മൾ 45 കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ 45 കൊടുക്കുമ്പോൾ ആ 45-ല് 20 ഇതിലോട്ട് പോയി ബാക്കിയുള്ളത് എത്രയാ? 45-ൽ 20 ഇൻട്രസ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ബാക്കി 25. ദെൻ 90 നമ്മൾ രണ്ടാമത്തെ വർഷത്തിന്റെ അവസാനം കൊടുക്കുന്നു. പിന്നെ നമ്മൾ ആ ലോൺ ക്ലോസ് ചെയ്യുന്നു. അപ്പൊ ഇതിൽ ഓരോരോ കേസുകളിലും നമുക്കൊരു ഇംപ്ലൈഡ് ഇൻട്രസ്റ്റ് ഉണ്ട്. ആ ഇംപ്ലൈഡ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ടോട്ടൽ പേയ്മെന്റ് നമ്മൾ കൊടുത്തിട്ടുള്ള ആ പ്രസന്റ് വാല്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 100-ആയിട്ട് ഈക്വൽ ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഇങ്ങനെ പല പ്രാവശ്യമായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ രണ്ടാമത്തെ കേസിൽ 20 + 20 ടോട്ടൽ നമ്മൾ എത്ര കൊടുത്തു? 180 കൊടുത്തു. 180 ആണെന്നുണ്ടെങ്കിലും ഇത് 4 വർഷം കൊണ്ടാണ് കൊടുക്കുന്നത്. ഈ 4 വർഷം കൊണ്ട് ഇതിന്റെ വാല്യൂ നമ്മൾ പ്രസന്റ് വാല്യൂ നോക്കുകയാണ് എങ്കിൽ അത് 100-ഉമായിട്ട് ഈക്വൽ ആയിരിക്കും. അതാണ് ഈ ഇംപ്ലൈഡ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ ഫോളോ ചെയ്യേണ്ട മെത്തേഡ് അല്ലെങ്കിൽ അതിന്റെ ഫോർമുല ഇതാണ്. പ്രസന്റ് വാല്യൂ is equal to FE divided by 1 plus R⁻n. അത് നമ്മൾ ഓരോ വർഷത്തെയും കാണാം. ഞാൻ ഇത് ഉള്ളിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനുള്ള സമയവും അതിന്റെ ആവശ്യവും നമുക്കില്ല. കാരണം ഇതൊന്നും നിങ്ങൾക്ക് പ്രോബ്ലം വരില്ല. പക്ഷെ എങ്കിലും നമ്മൾ ടോപ്പിക്കിൽ വരുന്നത് കൊണ്ട് ഇത് മനസ്സിലാക്കണമല്ലോ. ഞാന് ഇവിടെ ആ മൂന്നാമത്തെ മെത്തേഡിന്റെ ഒരു വർക്കിംഗ് കാണിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നുള്ളത് എന്നുള്ളത്. ഓക്കെ, സോ മൂന്നാമത്തെ മെത്തേഡ് നമ്മൾ ഇങ്ങനെയാണ് കാൽക്കുലേറ്ററിൽ എടുക്കേണ്ടത്. നമ്മൾ ആദ്യത്തെ വർഷം നമ്മൾ പേ ചെയ്യുന്നത് വർഷാവസാനം 45 ആണ്. സോ 45 അതാണ് നമ്മുടെ നമ്മൾ ഫ്യൂച്ചർ വാല്യൂ. ഒരു വർഷത്തിന് ശേഷം നമ്മൾ പേ ചെയ്യുന്ന ഫ്യൂച്ചർ വാല്യൂ 45 ഡിവൈഡഡ് ബൈ 1 പ്ലസ് നമ്മൾ റേറ്റ് എന്ന് പറയുന്നത് 2 ആണ്. റേസ് ടു n നമ്പർ ഓഫ് ഇയർ. സോ നമ്പർ ഓഫ് ഇയർ ഫസ്റ്റത്തേത് 1 ആയതുകൊണ്ട് 1 എഴുതണം എന്നില്ലല്ലോ. ഇത് രണ്ടാമത്തെ വർഷം നമ്മൾ കൊടുക്കുന്നത് 90 ആണ്. 90 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 02 റേസ് ടു 2. നമ്മൾ കാൽക്കുലേറ്ററിൽ റേസ് ടു അടിക്കുമ്പോൾ ഇങ്ങനെയാണ് അടിക്കേണ്ടത്. അതൊക്കെ ബേസിക് ആണ്. ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ നമ്മൾ അതിന്റെ വാല്യൂ നോക്കുമ്പോൾ അത് നമ്മളെ ഇനീഷ്യൽ ഔട്ട്ഫ്ലോയുമായിട്ട് ഈക്വൽ ആണ്. ഇനി നമ്മൾ ആറാമത്തെ മെത്തേഡ് ഇവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടിച്ചു. അതേ സംഭവങ്ങൾ തന്നെയാണ്. ഓരോ വർഷത്തെയും പേയ്മെന്റ് ഡിവൈഡ് ബൈ 1 പ്ലസ് R. ദെൻ ശ്രദ്ധിക്കേണ്ടത് ഓരോ വർഷവും അതിന്റെ നമ്പർ ഓഫ് ഇയർ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അതിനെ ചെയ്യുമ്പോൾ നമുക്ക് 100 കിട്ടും. അപ്പൊ നമ്മളൊരു ഫൈനാൻഷ്യൽ ഡിസിഷൻസ് ചൂസ് ചെയ്യുമ്പോൾ ഇതിൽ ചിലപ്പോൾ ഇംപ്ലൈഡ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ലോൺ എടുക്കുന്നു, അതിന്റെ റീപേയ്മെന്റ് ഷെഡ്യൂൾ അവർ നമുക്ക് തന്നു. അതിൽ നിന്ന് നമ്മൾ ആ ഇൻട്രസ്റ്റ് റേറ്റ് ഇതുപോലെ ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് നമ്മളത് പ്രസന്റ് വാല്യൂ ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. എപ്പോഴും ഈ ഇംപ്ലൈഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഹയർ ആണ് എങ്കിൽ നമുക്കത് റിസ്കി ആണ്. കാരണം അത്രത്തോളം പേയ്മെന്റ് നമുക്ക് വരും. അപ്പൊ അതെപ്പോഴും ലോവർ ആവുന്നതാണ് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ളത്. സോ ഡിറ്റർമിനേഷൻ ഓഫ് ഇംപ്ലൈഡ് ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പൊ അത് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതിന്റെ ഒരു സമ്മറി ആണെന്ന് പറയുന്നത്. ഒന്ന്, സോൾവ് ഇംപ്ലൈഡ് ഇൻട്രസ്റ്റ് റേറ്റ്. നമ്മൾ ആദ്യം അതിന്റെ ഫസ്റ്റ് ഇയർ പേയ്മെന്റിൽ തന്നെ നമുക്ക് അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ കണ്ടു 100-ന് നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് 20 ആണ്. അപ്പൊ അതിന് നമ്മൾ 20 ആണ് ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളത് അസ്യൂം ചെയ്തു. അത് പ്രകാരം നമ്മൾ പിന്നെ എന്ത് ചെയ്യണം? ചെക്ക് ഫോർ കൺസിസ്റ്റൻസി. ദ സെയിം ഇൻട്രസ്റ്റ് റേറ്റ് അപ്കമിങ് ഇയേഴ്സിലും ആണ് ചാർജ് ചെയ്യുന്നതിന്റെ കൺസിസ്റ്റൻസി നമ്മൾ ചെക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇന്റർപ്രിട്ടേഷൻ, ആ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹയർ ആണോ അല്ലെങ്കിൽ ലോവർ ആണോ? ഹയർ ആകുമ്പോൾ നമ്മൾ റിസ്ക് കൂടുമെന്ന് പറഞ്ഞു. നമുക്ക് എപ്പോഴും ലോവർ ആണ് പ്രിഫർ ചെയ്യുന്നത്. ദെൻ അത് നമ്മൾ എന്നിട്ട് ആ ഇൻട്രസ്റ്റ് റേറ്റിൽ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ഡിസിഷൻ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഫണ്ട് ചൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അതിന് നമ്മൾ മറ്റുള്ള ഫാക്ടേഴ്സ് നോക്കണം. നമ്മുടെ
സ്റ്റെബിലിറ്റി, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി നോക്കണം, കറന്റ് ഇൻഫ്ലേഷൻ എത്രത്തോളം ഉണ്ടെന്ന് നോക്കണം, നമ്മൾ റിട്ടേൺസ് നോക്കണം. അങ്ങനെ നോക്കിയിട്ട് നമുക്ക് ആ ഒരു ഇംപ്ലൈഡ് ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് തീരുമാനിക്കാം. അതിലൂടെ നമുക്കൊരു സോഴ്സ് ഓഫ് ഫണ്ട് നമുക്ക് തീരുമാനിക്കാം. ഏത് നമുക്ക് അപ്പൊ നമുക്കൊരു ഡിബെഞ്ചർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലോൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള സോഴ്സ് ഓഫ് ഫണ്ട് ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാവാം. അപ്പൊ അതിലൊക്കെ നമുക്ക് ഇംപ്ലൈഡ് ഇൻട്രസ്റ്റ് റേറ്റ് പ്രകാരം നമുക്ക് അത് എത്രത്തോളം സൂട്ടബിൾ ആണ് അല്ല എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അപ്പൊ ഈ കാൽക്കുലേഷൻസ് അത് കണ്ടിട്ടൊന്നും പേടിക്കേണ്ട, നിങ്ങൾക്ക് ഇതിന്റെ വർക്കിംഗ് ഒന്നും എക്സാമിന് വരുന്നില്ല. എക്സാം വളരെ ഈസിയാണ്, കോൺസെപ്റ്റ് മാത്രം അറിഞ്ഞാൽ മതി. നമ്മൾ എന്ത് ചെയ്യണം, ഇംപ്ലൈഡ് ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ ഫൈനാൻഷ്യൽ ഡിസിഷനിൽ നമ്മൾ ഉൾപ്പെടുത്തണം. അത് നോക്കിയിട്ട് വേണം നമ്മൾ ഫൈനാൻസ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് നമുക്ക് വേണ്ടത്. ഡിറ്റർമിനേഷൻ ഓഫ് annuities. Annuities എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that involve calculating the regular payments or receipt of equal amounts or a specified period. അപ്പൊ നമ്മളിപ്പോ ഒരു ലോൺ ഒക്കെ എടുക്കുമ്പോൾ നമ്മളിപ്പോ ഒരു ഫ്ലെക്സ് EMI ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ ഈക്വൽ എമൗണ്ട്സ് ഇങ്ങനെ പേ ചെയ്യുന്നുണ്ട്. അതൊരു കൈൻഡ് ഓഫ് ആനുറ്റി ആണ്. അപ്പൊ ഈ ആനുറ്റി നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം. നമുക്ക് ആനുറ്റിയും ഒരു ഓപ്ഷൻ ആണ്. നമ്മുടെ ഈ ഫൈനാൻഷ്യൽ ഡിസിഷൻസിൽ നമ്മൾ പലതരത്തിലുള്ള ആനുറ്റീസ് നമ്മൾ ഡീൽ ചെയ്യേണ്ടി വരും. അപ്പൊ ഒന്ന്, ഐഡന്റിഫൈ ദ ആനുറ്റി പാരാമീറ്റർ. നമ്മളൊരു ആനുറ്റി ഡിറ്റർമിൻ ചെയ്യുമ്പോൾ, നമ്മളൊരു ഫണ്ടിൽ, നമ്മളൊരു ഫൈനാൻഷ്യൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു ആനുറ്റി ഡിറ്റർമിൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കൺസിഡർ ചെയ്യേണ്ടത്? ഒന്ന്, ഐഡന്റിഫൈ ആനുറ്റി പാരാമീറ്റർ. നമ്മൾ എത്ര ഫ്രീക്വൻസിയിലാണ് നമ്മൾ പേയ്മെന്റ് നടത്തുന്നത്? നമ്മൾ മന്ത്ലി പേയ്മെന്റ് ആണോ, ക്വാർട്ടർലി പേയ്മെന്റ് ആണോ? ഇത് പേയ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ റെസീപ്റ്റ് ആവാം, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടുള്ള പേയ്മെന്റ് ആവും. ഫൈനാൻഷ്യൽ ഡിസിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വാങ്ങുന്നത് മാത്രമല്ല, നമുക്ക് കിട്ടുന്നതും ഉണ്ട്. അതിനൊക്കെ നമുക്ക് ഈ ആനുറ്റീസ് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ പ്രീവിയസ് പറഞ്ഞ ഇംപ്ലൈഡ് ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടൈം പീരീഡ്, വിത്തിൻ എത്ര ഇയേഴ്സിനുള്ളിൽ അല്ലെങ്കിൽ മന്ത്സിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ആവും. അതുപോലെ തന്നെ അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ്. ഇത് മൂന്നും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആനുറ്റി ഫോർമുല അപ്ലൈ ചെയ്യാം. ആനുറ്റി ഫോർമുല എന്നുള്ളത് FE ഇൻറ്റു PMT ഉദ്ദേശിക്കുന്നത് റെഗുലർ പേയ്മെന്റ് ഓർ റെസീപ്റ്റ്, ഐ മീൻ ദാറ്റ് മന്ത്ലി പേയ്മെന്റ് അല്ലെങ്കിൽ ഇയർലി പേയ്മെന്റ്, ഇൻറ്റു 1+R⁻n - 1 ഡിവൈഡഡ് ബൈ R. അപ്പൊ ഇക്വേഷൻ കണ്ടിട്ടൊന്നും പേടിക്കേണ്ട, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഇങ്ങനെ ആനുറ്റി നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഫണ്ട് ചൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ആനുറ്റി എമൗണ്ട് നമുക്ക് ചൂസ് ചെയ്യണം. ഇതൊക്കെയാണ് ഒരു ഫൈനാൻഷ്യൽ ഡിസിഷൻ. ഒരു ഫിക്സഡ് എമൗണ്ട് പേ ഓഫ് ചെയ്യുന്ന രീതിയിലാണോ നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇംപ്ലൈഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആകുമ്പോൾ അതിൽ ഡിഫറെന്റ് എമൗണ്ടുകളായിരിക്കും. അതിൽ നമ്മൾ ഇംപ്ലൈഡ് ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ആ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് ചൂസബിൾ ആണോ അങ്ങനെ നോക്കാം. അല്ലെങ്കിൽ ആനുറ്റി നോക്കിയിട്ട് ഈ ആനുറ്റി ആണോ നമുക്ക് നന്നാവുക അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് പ്രകാരം, ആ രീതിയിൽ നമുക്ക് ഫൈനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കാം. അപ്പൊ ഈ ആനുറ്റി ഡിറ്റർമിൻ ചെയ്യാൻ നമുക്ക് ഈ ഒരു മെത്തേഡ് ആണ് ചൂസ് ചെയ്യേണ്ടത്, ഈ ഒരു ഫോർമുലയാണ്. ഞാൻ ആ ഫോർമുലയിലോട്ടും അതിന്റെ വർക്കിങ്ങിലോട്ടും ഒരുപാട് പോകുന്നില്ല, കാരണം അതിൽ നമുക്ക് ഒരുപാട് സമയം പോകും. മാത്രമല്ല അത് നമുക്ക് എക്സാം ലെവലിൽ അത് യൂസ്ഫുൾ ആവുന്നില്ല. പക്ഷെ കണ്ടന്റ് വരുന്നത് കൊണ്ട് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഡിറ്റർമിനേഷൻ ഓഫ് ആനുറ്റി നമ്മൾ കണ്ടു. അതിന്റെ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് അപ്ലിക്കേഷൻ, അത് എങ്ങനെയാണ് ഒരു ആനുറ്റി നമ്മൾ ഇന്റർപ്രിറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പൊ ഈ ആനുറ്റിയുടെ ആപ്ലിക്കബിലിറ്റി അതൊക്കെ എവിടേക്കാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന്, ലോൺ റീപേയ്മെന്റ്സിൽ. അപ്പൊ നമുക്ക് ലോൺ എത്ര ദിവസം കൊണ്ട്, എത്ര കാലം കൊണ്ട് റീപേ ചെയ്യാം, അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം ഈ ആനുറ്റി ഉപയോഗിച്ചിട്ട്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റിൽ നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റെഗുലർ ആയിട്ട് അതിൽ നിന്ന് റെസിപ്റ്റ് കിട്ടുന്നുണ്ട്. എത്ര വർഷം കൊണ്ട് എത്ര വർഷം നമുക്ക് ഈ ടൈപ്പ് ഓഫ് റെസിപ്റ്റ് കിട്ടും, അതിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മളെ ഇനീഷ്യൽ എമൗണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് ഓക്കെ ആണോ. അതുപോലെ റിട്ടയർമെന്റ് പ്ലാനിങ്ങുമായിട്ട്, ഇപ്പൊ നമ്മളൊക്കെ ചിലപ്പോ ഗവൺമെന്റ് എംപ്ലോയീസ് അല്ലെങ്കിൽ മറ്റുള്ള എംപ്ലോയീസ് അവർ മന്ത്ലി ഓർ ഇയർലി ഒരു നിശ്ചിത എമൗണ്ട് അങ്ങനെ കൊടുക്കുന്നുണ്ടാവും. എന്നിട്ട് അവർക്ക് റിട്ടയർമെന്റ് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവിടെയും നമുക്ക് ഈ ആനുറ്റി നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. പിന്നെ ആനുറ്റി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് അവിടുത്തെ ഇൻട്രസ്റ്റ് ഫാക്ടേഴ്സും അതുപോലെ തന്നെ ആ ഒരു ആനുറ്റി എമൗണ്ട്, ആ എമൗണ്ടുകളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. പിന്നെ പുറമെ ചില സമയത്ത് ആനുറ്റിക്ക് അഡീഷണൽ കോസ്റ്റുകളും ടാക്സുകളും ഒക്കെ വരാറുണ്ട്, അതുകൂടി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നല്ലതാണ്. അപ്പൊ ഈ ആനുറ്റി കൺസിഡർ ചെയ്യുന്നതും നമ്മുടെ ഫൈനാൻസിങ് ഡിസിഷനെ ഹെൽപ്ഫുൾ ആക്കും. നമ്മുടെ പ്രോപ്പർ ഒരു ബിസിനസ്സിനെ എടുത്തോളം ഈ പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെന്റിന്റെ കേസിലൊക്കെ ഈ ആനുറ്റീസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇംപ്ലൈഡ് ഇൻട്രസ്റ്റ് റേറ്റും നമുക്കൊരു ഫൈനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കുമ്പോൾ അത് കൺസിഡർ ചെയ്യുന്നത് നല്ലൊരു ഡിസിഷൻസ് എടുക്കാൻ നമ്മളെ സഹായിക്കും. ദെൻ ബേസിക് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ലോങ് ടൈം ഫൈനാൻഷ്യൽ ഡിസിഷൻ. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്മുടെ ലോങ് ടൈം ഫൈനാൻസിങ് ഡിസിഷൻസ് എടുക്കാൻ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് അറിഞ്ഞിരിക്കുക. എക്സാം ലെവലിൽ ചോദിക്കുന്നത് ഈ രീതിയിലൊക്കെയാണ്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ലോങ് ടൈം ഫൈനാൻഷ്യൽ ഡിസിഷൻ. അപ്പൊ അതിന് എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്, ഇന്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്. നമ്മളൊരു ഫൈനാൻസിങ് ഡിസിഷൻസ് എടുക്കുമ്പോൾ നമ്മൾ ചില എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടതല്ല, പക്ഷെ അത് നമുക്ക് കൺസിഡർ ചെയ്യാതിരിക്കാനും പറ്റത്തില്ല. ഒന്ന്, സ്റ്റേറ്റ് ഓഫ് എക്കോണമി. അപ്പൊ എക്കോണമി എന്ന് പറയും ഓരോരോ സൈക്കിൾ ഉണ്ട്, നമുക്ക് ബൂം, റിസഷൻ. അപ്പൊ ആ ഒരു ഏത് സ്റ്റേറ്റിലാണ് നമ്മുടെ എക്കോണമി ഉള്ളത്,
ആ ഒരു ഇത് നമ്മളെ വലിയൊരു ഫാക്ടറാണ് നമ്മൾ ഡിസിഷൻസ് എടുക്കുമ്പോൾ. ദെൻ ക്യാപിറ്റൽ മാർക്കറ്റ് സ്ട്രക്ചർ, നമ്മളെ മാർക്കറ്റ് സ്ട്രക്ചർ എങ്ങനെയാണ്, ഡെവലപ്ഡ് എക്കോണമി ആണോ അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് ആണോ, ഡെവലപ്പിംഗ് സിറ്റുവേഷനിലാണോ നമ്മളെ മാർക്കറ്റ് ഉള്ളത്, ആ മാർക്കറ്റിംഗ് സ്ട്രക്ചർ ഒന്ന് അറിഞ്ഞിരിക്കണം. ദെൻ റെഗുലേറ്ററി എൻവയോൺമെന്റ്, ഡെറ്റ് ഇക്വിറ്റി നോംസ്, നമ്മൾ ഡിബെഞ്ചർ ഒക്കെ നമുക്ക് ഇഷ്യൂ ചെയ്യുന്ന ഒരുപാട് നോംസ് ഉണ്ട്, അത് പാലിക്കണം. അതുപോലെ തന്നെ ഷെയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിവിഡൻഡ് പോളിസിയുമായി ബന്ധപ്പെട്ട ഒരുപാട് നോംസ് ഉണ്ട്. അപ്പൊ റെഗുലേറ്ററി നോംസ്, കറന്റ് പ്രിവെയിലിംഗിലുള്ള റെഗുലേറ്ററി നോംസ് നമ്മൾ പരിശോധിക്കണം. ടാക്സ് പോളിസീസ് നോക്കണം. അതുപോലെ ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്ടേഷൻ. അപ്പൊ ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്ടേഷൻ അത് വലിയൊരു കൺസേൺ ആണ്. ഇൻവെസ്റ്റേഴ്സ് എത്രത്തോളം റിട്ടേൺ പ്രതീക്ഷിക്കും. അപ്പൊ നമ്മൾ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ, ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിലും ആ ഷെയർ ഹോൾഡേഴ്സിന് എത്രത്തോളം ഡിവിഡൻഡ് കൊടുക്കേണ്ടി വരും, എങ്കിലാണ് എത്രത്തോളം ഡിവിഡൻഡ് കൊടുത്താലാണ് ആ ഷെയർ ഹോൾഡേഴ്സ് ഹാപ്പി ആവുന്നത്. ആ ഒരു എക്സ്പെക്ടേഷൻ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. കാരണം പ്രിവെയിലിംഗ് മാർക്കറ്റിൽ ഇപ്പോൾ ഒരാൾ നമ്മളെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടുന്ന ഒരു മിനിമം റിട്ടേൺ അയാൾ ആഗ്രഹിക്കുന്നുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ അയാൾക്ക് ബാങ്ക് കൊണ്ടുപോയിട്ട് അയാൾക്ക് ഒരു ഇൻവെസ്റ്റ് റിട്ടേൺ കിട്ടും. അതിനേക്കാൾ കൂടുതൽ അയാൾക്ക് കമ്പനിയിൽ കിട്ടണം. അതുകൊണ്ടാണ് അയാൾ കമ്പനിയിലോട്ട് വരുന്നത്, അല്ലെ? അല്ലെങ്കിൽ നമുക്ക് ബാങ്ക് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ഈസി, സേഫ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ആയില്ലേ? അപ്പൊ ആ ഒരു ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്ടേഷൻ ഒരു പ്രധാന ഘടകമാണ്. ദെൻ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഒരു ഡിഫറെന്റ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ബാങ്ക്സ്, അതുപോലെ തന്നെ മോണിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പൊ അതിനെ നമ്മൾ കൺസിഡർ ചെയ്യണം. അതിന്റെ അവൈലബിലിറ്റി, അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളൊരു ഫൈനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കേണ്ടത്. സോ ഇതൊക്കെയാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. കമ്മിങ് ടു ദി ഇന്റേണൽ ഫാക്ടേഴ്സ്. ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ ബിസിനസിന്റെ തന്നെ ഫാക്ടേഴ്സ് ആണ്, ദാറ്റ് ഈസ് ഇൻ അവർ കൺട്രോൾ. ഒന്ന്, നാച്ചർ ഓഫ് ബിസിനസ്. നമ്മളെ ബിസിനസിന്റെ നേച്ചർ എങ്ങനെയാണ്, ഇൻഡസ്ട്രി ഡൈനാമിക്സ്, നമ്മൾ എത്രത്തോളം ടെക്നോളജിക്കലി അല്ലെങ്കിൽ എത്രത്തോളം ചേഞ്ചസ് വരുന്ന ഇൻഡസ്ട്രിയാണ്. ചിലപ്പോൾ പല ഇൻഡസ്ട്രികളൊക്കെ പല രീതിയിലുള്ള മാറ്റങ്ങൾ ഡ്രാസ്റ്റിക് ആയിട്ട് വേണ്ടി വരും. അപ്പൊ അതിനനുസരിച്ചൊക്കെ നമ്മുടെ ഡിസിഷൻസ് മാറും. ദെൻ ബിസിനസ് സൈസ് ആൻഡ് ഏജ്, എത്രത്തോളം വലിയ ബിസിനസ് ആണ്, എത്രത്തോളം കാലപ്പഴക്കമുള്ള ബിസിനസ് ആണ്. കാലപ്പഴക്കമുള്ള ബിസിനസ് ഒക്കെ ആകുമ്പോൾ നമുക്കൊന്നും കൂടി ഹെവി ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാം, അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള സോഴ്സ് ഓഫ് ഫണ്ടുകളൊക്കെ കണ്ടെത്താം. പക്ഷെ ചെറിയ ബിസിനസ്സുകൾക്ക് അത്രത്തോളം പോകാൻ കഴിയില്ല. ദെൻ ഓണർഷിപ്പ് സ്ട്രക്ചർ, അതിന്റെ ഓണർഷിപ്പ് സ്ട്രക്ചർ എങ്ങനെയൊക്കെയാണ്, സ്റ്റേറ്റ് പ്രൈവറ്റ് ഓറിയന്റഡ് ആണോ, അതിൽ തന്നെ പ്രൈവറ്റ് പബ്ലിക് കമ്പനിയാണോ, പ്രൈവറ്റ് കമ്പനിയാണോ, അതിന്റെ ഓണർഷിപ്പ് സ്ട്രക്ചർ ഒരു ബാധകമാണ്. അസറ്റ് സ്ട്രക്ചർ, കമ്പനിയിലെ നിലവിലുള്ള അസറ്റ്സ്, പലപ്പോഴും നമുക്ക് അസറ്റ്സ് പ്ലഡ്ജ് ചെയ്തിട്ട് നമുക്ക് ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ നിലവിലുള്ള അസറ്റ്സിന്റെ വാല്യൂ ഒരു കൺസിഡറേഷൻ ആണ്. ദെൻ ലിക്വിഡിറ്റി പൊസിഷൻ, കറന്റ് ക്യാഷ് ലിക്വിഡിറ്റി, നമുക്ക് എത്രത്തോളം ക്യാഷ് നിലവിൽ നമ്മുടെ കയ്യിൽ വേണം. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, എബിലിറ്റി ടു മീറ്റ് ഷോർട്ട് ടൈം ഫണ്ട്സ്. നമുക്കൊരു ബിസിനസ്സിന് എപ്പോഴും ഒരു ബിസിനസ്സിൽ ക്യാഷ് എപ്പോഴും ഒരു ലൈഫ് ബ്ലഡ് ആണ്. ബ്ലഡ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹ്യൂമൻ ബോഡി നിലനിൽക്കുള്ളൂ. അതുപോലെ തന്നെ ബിസിനസ്സിൽ എപ്പോഴും ക്യാഷ് ഇങ്ങനെ റെഗുലർ പേയ്മെന്റ്സ് അല്ലെങ്കിൽ റെഗുലർ ആക്ടിവിറ്റിക്ക് വേണ്ടി വരും. അതിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ആ ലിക്വിഡിറ്റി എത്രത്തോളം നമുക്ക് വേണ്ടി വരും. ഇപ്പൊ നല്ലോണം ഒരുപാട് ലിക്വിഡിറ്റി വേണ്ട കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ ഫണ്ടുകൾ വേണ്ടി വരും. അപ്പോ അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഡെസിഷൻസ് എഫക്റ്റഡ് ആവും. ദെൻ എക്സ്പെക്റ്റഡ് റിട്ടേൺ ആൻഡ് റിസ്ക് റിട്ടേൺ തമ്മിൽ ഒരു ബാലൻസ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നോക്കിയിട്ടാണ് നമ്മൾ ഡിസിഷൻസ് എടുക്കേണ്ടത്. ഏർണിംഗ് സ്റ്റെബിലിറ്റി, അപ്പൊ ഒരു ഫേമിന്റെ ഏർണിംഗ് സ്റ്റെബിലിറ്റി പ്രീവിയസ് ഇയർ കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ ഏർണിംഗ്സ് റിട്ടേൺസിൽ സ്റ്റേബിൾ ആയിട്ട് കിട്ടുന്നതാണോ, അല്ലെങ്കിൽ ഒരു വർഷം പ്രോഫിറ്റ്, ഒരു വർഷം ലോസ്, അല്ലെങ്കിൽ ഒരു വർഷം ഭയങ്കര ലോസ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് വേണം അവർ ഡിസിഷൻസ് എടുക്കാൻ. അപ്പൊ ഭയങ്കര വോളറ്റൈൽ ആയിട്ടുള്ള ഒരു ഏർണിംഗ് ഹിസ്റ്ററി ഉള്ള ഒരു ബിസിനസ് ആണ്, അവർക്ക് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് തന്നെ ഇല്ല എങ്കിൽ അവർ ഈ ലോൺ അല്ലെങ്കിൽ ഡെറ്റ് ഫണ്ട് ഒക്കെ എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ലോസിലാണ് എങ്കിൽ അവർക്ക് അടുത്ത വർഷവും ലോസ് ആണ്, അവർ ഡെറ്റ് ഫണ്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെറ്റ് ഫണ്ടിന്റെ ഇൻട്രസ്റ്റും കൂടി കൊടുക്കേണ്ടി വരും. ആ ലോസിന്റെ മാഗ്നിറ്റ്യൂഡ് അത്രത്തോളം വലുതാവും. അപ്പൊ സ്റ്റെബിലിറ്റി ഒരു പ്രധാന ഘടകമാണ്. ദെൻ മാനേജ്മെന്റ് ആറ്റിറ്റ്യൂഡ്, എങ്ങനെയാണ് മാനേജ്മെന്റിന്റെ അപ്രോച്ച്. ആ മാനേജ്മെന്റ് ഭയങ്കര റിസ്ക് ടേക്കേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർ ഒരു പക്ഷേ ഡെറ്റ് ഫണ്ടിലോട്ടൊക്കെ പോകും, അല്ലെങ്കിൽ റിസ്ക് ടേക്ക് ചെയ്യാൻ കുറച്ച് മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഡെറ്റ് ഫണ്ട് അവർ കോമ്പസിഷൻ പലപ്പോഴും അവരുടെ ലോങ് ടൈം ഫണ്ടിൽ കുറയും. അപ്പൊ ഈ തരത്തിലൊക്കെ ഉള്ള കാര്യങ്ങൾ ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ് നോക്കിയിട്ട് വേണം നമ്മൾ എന്തെടുക്കാൻ, ഒരു ഫൈനാൻസിങ് ഡിസിഷൻസ് എടുക്കാൻ. ഇനി നമുക്ക് നമ്മുടെ യൂണിറ്റ് 1 നിന്നുമായി റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് പരിശോധിച്ച് നോക്കാം. 2023 ജൂണിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. What do you understand by wealth maximization and maximization of profit pool? നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഡിസ്കസ് ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫൈനാൻഷ്യൽ ഡിസിഷൻ. ഇതൊരു 20 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 20 മാർക്ക് ക്വസ്റ്റ്യൻ ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിൽ നമ്മൾ വളരെ കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള ഒരു ആൻസർ നമുക്ക് കൊടുക്കാം. അപ്പൊ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ളത് വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ വെൽത്ത് മാക്സിമൈസേഷൻ ആൻഡ് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് പൂൾ ആണ്. അപ്പോ ദിസ് വെൽത്ത് മാക്സിമൈസ് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ആൻസർ വേണ്ടത്, നമ്മൾ അതിന് ഇൻട്രൊഡക്ഷൻ കൊടുക്കണം.
ഈ വെൽത്ത് മാക്സിമൈസേഷനും പ്രോഫിറ്റ് മാക്സിമൈസേഷനും ഒക്കെ ഫൈനാൻഷ്യൽ ഡിസിഷൻ ബേസ്ഡ് ആയിട്ടുള്ള രണ്ട് കാറ്റഗറീസ് ആണ്. സോ ഇൻ കേസ് ഓഫ് വെൽത്ത് മാക്സിമൈസേഷൻ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് ആണ്. അതായത് അത് ഒരു ലോങ് ടേം അല്ലെങ്കിൽ ഒരു ലോങ് ടേം ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഈ വെൽത്ത് മാക്സിമൈസേഷൻ. അതായത് നമ്മളൊരു ഫൈനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കുമ്പോൾ അത് ഓവറോൾ ആ ഒരു കമ്പനിയുടെ വാല്യൂ, ഷെയർ ഹോൾഡേഴ്സിന്റെ വാല്യൂ എല്ലാം ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. അതൊരു ഇമ്മീഡിയറ്റ് റിസൾട്ട് നോക്കിയിട്ടല്ല, ലോങ് റണ്ണിൽ ഒരു നല്ല ഒരു വെൽത്ത് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലുള്ള റിസൾട്ട് നമുക്ക് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ഡിസിഷൻ നമ്മൾ എടുക്കുന്നതിനെയാണ് നമ്മൾ വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. പ്രോഫിറ്റ് പൂൾ എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷന്റെ തന്നെ ഏതെങ്കിലും സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ സ്പെസിഫിക് സെക്ഷനിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. നമുക്ക് മാക്സിമം ആയിട്ട് അല്ലെങ്കിൽ നല്ലോണം പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഏരിയ ഉണ്ടാവും, ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റോ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റോ പർട്ടിക്കുലർ സെക്ഷനോ ഉണ്ടാവും. അതിൽ നമ്മൾ മാക്സിമം ഫോക്കസ് ചെയ്ത് അതുമായിട്ട് അതിനെ എൻകറേജ് ചെയ്യുന്ന രീതിയിലുള്ള ഡിസിഷൻസ് എടുത്തിട്ട് നമ്മൾ മാക്സിമം പ്രോഫിറ്റ് ഡിറൈവ് ചെയ്യുന്ന മെത്തഡാണ് പ്രോഫിറ്റ് പൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രോഫിറ്റ് പൂൾ എന്ന് പറയുന്നത് വളരെ നാരോ സെൻസ് ആണ്. അതായത് ഒരു ചെറിയ ഒരു ഭാഗത്തെ മാത്രം കൺസിഡർ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിസിഷൻ ആണ് നമ്മൾ ഈ പ്രോഫിറ്റ് പൂൾ ഡിസൈഡ് ചെയ്യുക എന്ന് പറയുന്നത്. ഈ പ്രോഫിറ്റ് പൂളിന് ബേസ്ഡ് ആയിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യാന്ന് പറയുമ്പോൾ അതൊരു ചെറിയ ഒരു സെക്ഷൻ, നമ്മളെ ഫേമിന്റെ തന്നെ ഒരു ചെറിയ സെക്ഷനെ മാത്രം റിലേറ്റ് ചെയ്യുന്ന ഒരു ഡിസിഷൻ ആയിരിക്കും. അത് വളരെ ഷോർട്ട് ടേമോ ആയിരിക്കും. നേരെ മറിച്ച് വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഓർഗനൈസേഷനിലെ ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ ബിസിനസിന്റെ ലോങ് റൺ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്, അതിന്റെ ലോങ് റൺ റിസൾട്ട് കൂട്ടാൻ രീതിയിൽ നമ്മൾ ഓവറോൾ ആയിട്ട് സ്റ്റഡി ചെയ്തിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കുന്നതാണ് വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും കമ്പയർ ചെയ്യാം, എന്നിട്ട് നിങ്ങൾക്ക് ഒരു കൺക്ലൂഷനിൽ എത്താം വെൽത്ത് മാക്സിമൈസേഷൻ ആണ് ഒരു സ്ഥാപനം ഒരു ലോങ് റണ്ണിൽ ഫോക്കസ് ചെയ്യേണ്ടത് പ്രോഫിറ്റ് പൂളിനേക്കാളും. അതുപോലെ തന്നെ അവിടെ ചോദിക്കുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫൈനാൻഷ്യൽ ഡിസിഷൻ. അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫൈനാൻഷ്യൽ ഡിസിഷൻ പ്രധാനമായിട്ട് 3 ടൈപ്സ് ആണുള്ളത്. ഒന്ന് ഇൻവെസ്റ്റിംഗ്, ദെൻ ഫൈനാൻസിങ് ആൻഡ് ഡിവിഡൻഡ് പോളിസി. അപ്പോൾ ഇത് വളരെ നല്ല ബ്രീഫായിട്ട് നല്ല രീതിയിൽ എഴുതാം. പിന്നെ എപ്പോഴും ആൻസർ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ആൻസറിന് ഒരു ഇൻട്രൊഡക്ഷൻ വേണം, ഇതിന് നല്ലൊരു റിച്ച് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ഏരിയ വേണം, ദെൻ നമ്മുടെ ഒരു കൺക്ലൂഷനും വേണം. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്ന ടോപ്പിക് നമ്മൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അവർ ഓൺ ലാംഗ്വേജിൽ നമ്മൾ എഴുതുക എന്നുള്ളതാണ്. അല്ലാതെ ഒരുപാട് കാണാതെ പഠിച്ചിട്ട് എഴുതേണ്ട ഒരു ആവശ്യമില്ല. നമ്മളത് മനസ്സിലാക്കി നമ്മളെ തന്നെ ലാംഗ്വേജിൽ പറ്റുമെങ്കിൽ എന്തെങ്കിലും എക്സാമ്പിൾ ഒക്കെ കൂട്ടിയിട്ട് എഴുതുക എന്നുള്ളതാണ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2022 ഡിസംബറിലെ ക്വസ്റ്റ്യൻ ആണ്. ഡിസ്കസ് ദ നേച്ചർ ഓഫ് ഫൈനാൻഷ്യൽ ഡിസിഷൻസ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ഇന്റർറിലേഷൻ ബിറ്റ്വീൻ അമംഗ് ദീസ് ഡിസിഷൻസ്. നേച്ചർ ഓഫ് ദ ഡിസിഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും ടൈപ്സ് ഓഫ് ഡിസിഷൻ തന്നെയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഫൈനാൻസിങ്, ഇൻവെസ്റ്റിംഗ് ആൻഡ് പോളിസീസ്, ഫൈനാൻസിങ്, ഇൻവെസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് പോളിസീസ്. അപ്പോൾ ഇതിനെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ആദ്യം, ഈ 3 ഇതിനെയും. എന്നിട്ട് അതിന്റെ ഇന്റർഡിപെൻഡൻസി നമുക്ക് പറയാം. ഇപ്പൊ ഇൻവെസ്റ്റിംഗ് ആണെങ്കിലും ഡിവിഡൻഡ് പോളിസി ആണെന്നുണ്ടെങ്കിലും അത് എന്തിനെ ബന്ധപ്പെട്ടിരിക്കും? ഫൈനാൻസിങ് ഡിസിഷൻ. കാരണം ഫൈനാൻസിങ് ഡിസിഷനിലാണ് നമ്മൾ ഫണ്ട് റിസോഴ്സ്, ഫൈനാൻഷ്യൽ റിസോഴ്സ് മൊബിലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യുന്നത്. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. അതല്ലാന്നുണ്ടെങ്കിൽ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നതാണ് ഡിവിഡൻഡ് പോളിസി ഡിസിഷൻ വരുന്നത്. അപ്പൊ ഈ രീതിയിൽ അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി നല്ലൊരു ഇൻട്രഡക്ഷൻ, നല്ലൊരു കണ്ടന്റ്, അതുപോലെ നല്ലൊരു കൺക്ലൂഷൻ. നമ്മളെ വേ ഓഫ് റൈറ്റിംഗിന് തന്നെ മാർക്ക് ഉണ്ട്. അപ്പൊ നമ്മൾ ഏത് കണ്ടന്റും നമ്മളതൊന്ന് മനസ്സിലാക്കി നമ്മുടെ ലാംഗ്വേജിൽ ഈ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മുടെ യൂണിറ്റ് 1 ഇവിടെ അവസാനിക്കുകയാണ്. യൂണിറ്റ് 1 നമ്മൾ ലോങ് ടൈം ഫൈനാൻസിങ് ഡിസിഷൻസ്, അതിന്റെ നേച്ചർ ആണ് ഡിസ്കസ് ചെയ്തത്. ഒന്ന് സമ്മപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3 ടൈപ്പ് ഓഫ് ഡിസിഷൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ളത്: ഇൻവെസ്റ്റ്മെന്റ്, ഫൈനാൻസിങ് ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ. ഇത് 3ഉം വളരെ ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഡിസിഷൻ, എസ്പെഷ്യലി ഫൈനാൻസിങ് ഡിസിഷൻ ആണ് ഇതിലെ കോർ എന്ന് പറയുന്നത്. ഈ ഇൻവെസ്റ്റിംഗ് ആയാലും ഡിവിഡൻഡ് ഡിസിഷൻ ആയാലും അത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് അപ്പോൺ ഫൈനാൻസിങ് ഡിസിഷൻ ആണ്. ഫൈനാൻസിങ് ഡിസിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട്, സോഴ്സ് ഓഫ് ഇൻകം കണ്ടെത്തുക, അത് അപ്ലൈ ചെയ്യുക, അതിനെയാണ് ഫൈനാൻസിങ് ഡിസിഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫൈനാൻസിങ് ഡിസിഷൻ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഒരുപാട് ടൂൾസ് നമുക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് പ്രസന്റ് വാല്യൂ അപ്ലൈ ചെയ്യാം, മീൻ NPV അപ്ലൈ ചെയ്യാം. ടൈം വാല്യൂ ഓഫ് മണി NPV ഇൻക്ലൂഡഡ് ആണ്. ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യാതെ നമ്മൾ ഡിസിഷൻസ് എടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അല്ലാതെ വെൽത്ത് മാക്സിമൈസേഷനും വാല്യൂ മാക്സിമൈസേഷനും നമ്മൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ NPV ഒന്നും കണക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ മാത്രമേ ഓറിയന്റ് ചെയ്യുന്നത്. അത് വളരെ ഷോർട്ട് ടേം ആണ്, അത് നമുക്ക് എന്നൊന്നും നിലനിൽക്കില്ല.
അപ്പൊ നമ്മൾ എപ്പോഴും വാല്യൂ മാക്സിമൈസേഷൻ ആൻഡ് വെൽത്ത് മാക്സിമൈസേഷൻ ആണ് നോക്കേണ്ടത്. ഷെയർ ഹോൾഡേഴ്സിന്റെയും ഓവറോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെയും റിട്ടേൺ ഇൻക്രീസ് ചെയ്യുന്ന രീതി. അതുപോലെ തന്നെ നമ്മുടെ ഡിഫറെന്റ് ടൂൾസ്, ഇംപ്ലൈഡ് ഇൻട്രസ്റ്റ് പോലത്തുള്ള ഇൻട്രസ്റ്റ് റേറ്റുകളൊക്കെ നമ്മൾ എപ്പോഴും പരിശോധിക്കണം. നമുക്കൊരു സോഴ്സ് ഓഫ് ഫണ്ട് കിട്ടുമ്പോൾ അതിന്റെ ഇംപ്ലൈഡ് ഇൻട്രസ്റ്റ് റേറ്റ് എന്താണ്, അതുപോലെ തന്നെ ആ ടോട്ടൽ ഇംപ്ലൈഡ് ഇൻട്രസ്റ്റ് റേറ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഹയർ റേറ്റ് ആണോ ലോവർ റേറ്റ് ആണോ, ഓരോ ബിസിനസ്സിനും അത് ബിസിനസിന്റെ നേച്ചറിനനുസരിച്ച് അത് മാറും. അപ്പൊ ആ ബിസിനസിന്റെ നേച്ചറിനനുസരിച്ച് അവർക്ക് അത് ഹയർ റേറ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് റിസ്കി ആണ്. അതുപോലെ തന്നെ നമുക്ക് ആനിറ്റി മെത്തേഡുകൾ ചെക്ക് ചെയ്യാം. ഒരുപാട് ഫണ്ട് കളക്ട് ചെയ്യുന്നതിനും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിലൊക്കെ ആനിറ്റീസ് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ ഈ ടൂളുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. ആൻഡ് അവസാനം നമ്മൾ എത്തിയത് എവിടെയാണ്? ഈ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ലോങ് ടൈം ഫൈനാൻസിങ് ഡിസിഷൻ ബോത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഉണ്ട്. എക്സ്റ്റേണൽസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ബിയോണ്ട് ദ കപ്പാസിറ്റി ഓഫ് ദ ബിസിനസ്. അപ്പൊ അതിൽ ഒരുപാട് ഘടകങ്ങൾ വരുന്നുണ്ട്. അവിടുത്തെ എക്കോണമി, ടാക്സ് പോളിസീസ്, നിലവിലുള്ള നിയമങ്ങൾ, ഗവൺമെന്റ് പോളിസീസ്, എക്കോണമിയിലുള്ള സ്ട്രക്ചർ, മാർക്കറ്റ് സ്ട്രക്ചർ, ഇതെല്ലാം അതിന്റെ ഭാഗമാണ്. ദെൻ ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവിടുത്തെ മാനേജ്മെന്റിന്റെ എബിലിറ്റി അല്ലെങ്കിൽ അവരുടെ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി, അതുപോലെ തന്നെ ബിസിനസിന്റെ നേച്ചർ, അവരുടെ ബിസിനസിന്റെ ഡൈനാമിക്സ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്, അതുപോലെ തന്നെ ആ ബിസിനസിന്റെ കറന്റ് അസറ്റ്സ് അല്ലെങ്കിൽ നോൺ കറന്റ് അസറ്റ്സിന്റെ കോമ്പിനേഷൻസ്, അവിടുത്തെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്, ഇതെല്ലാം ഘടകമാണ് നമ്മളൊരു ഫൈനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കുമ്പോൾ. അപ്പൊ ലോങ് ടൈം ഫൈനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കുമ്പോൾ ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളൊരു ലോങ് ടൈം ഫൈനാൻസിങ് ഡിസിഷൻസ് എടുക്കുന്നത്. അപ്പൊ യൂണിറ്റ് 1 ഇവിടെ അവസാനിക്കുകയാണ്. സീ യു നെക്സ്റ്റ് സെഷൻ. താങ്ക് യു.